ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്റെ മനസ്സിലിപ്പോ എല്ലാവരെയും സംശയ. എന്റെ വർഷമോളം നഷ്ടപ്പെട്ടതിന്റെ പുറകിൽ ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല. കൊല്ലും, കൊന്നിരിക്കും ഈ പ്രകാശൻ. പരസ്പരം വഴക്കുവടിയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ 5 പേരുണ്ടായിരുന്നു. ഇപ്പോ ഒരാള്. പിടിവാശിക്കാരിയായിരുന്നെങ്കിലും ഞാൻ എന്റെ ഗൂഗിളിനേക്കാൾ കൂടുതൽ എടുത്തുകൊണ്ട് നടന്നത് അവളെയാ. എന്തോ എനിക്കവളെ കാണാതിരിക്കാൻ വയ്യാത്തതുപോലെ. അവള് നമ്മുടെ സ്വന്തം കൂടപ്പറപ്പല്ലടാ. അവളിപ്പോ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ നിൽക്കാതെ പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് ഒട്ടും ശരിയായില്ല. കൂടപ്പറപ്പുകളായ നമ്മള് എന്ത് മര്യാദകേടാ മനോജ് കാണിച്ചത്. ഓ, ഏട്ടനും മര്യാദയുടെ ഒക്കെ തിരിച്ചറിയാൻ കഴിയൂ? ഞാൻ കരുതി ഈ മനസ്സ് നിറയെ പണത്തിന്റെ കണക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന്. ഏട്ടൻ ശ്രദ്ധിച്ചോ? റിസോർട്ടിൽ നിന്ന് വന്നതിന് ശേഷം അച്ഛനും അമ്മയ്ക്കും വന്ദനീച്ചയ്ക്കും ഒന്നും ഒരു മിണ്ടാട്ടോ ഉരിയാട്ടോ ഇല്ല. സുചിത്രയുടെ അവസ്ഥയും അതന്നെയാ. എല്ലാം സഹിക്കാം, പക്ഷേ മിണ്ടാൻ പറ്റാത്തവനാണെങ്കിലും വിനുവിന്റെ സങ്കടം കാണാൻ പറ്റണില്ല. ഏട്ടനറിയാലോ, ഹരിതയ്ക്കുണ്ടായ അനുഭവം വർഷയ്ക്കുണ്ടായതില് ഉള്ളുകൊണ്ട് വളരെ സന്തോഷിച്ചവള ഹരിത. പക്ഷേ വർഷയ്ക്കൊരു അപകടം സംഭവിച്ചെന്ന് അറിഞ്ഞപ്പോ ആകെ തളർന്ന് കരഞ്ഞു നിലവിളിച്ച് നടക്കുക ഹരിത. എന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. വർഷ സ്വയം ചാടിയതായിരിക്കോ? ഏട്ടാ, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം. വിക്രം? വിക്രമിന് വർഷ ജീവന. ആ സ്ഥിതിക്ക് ഏട്ടൻ അങ്ങനെ ചിന്തിച്ചതേ തെറ്റാ. അല്ല, എന്റെ മനസ്സിലിപ്പോ എല്ലാവരെയും സംശയ. എന്റെ വർഷമോളം നഷ്ടപ്പെട്ടതിന്റെ പുറകിൽ ആരാണെങ്കിലും ഞാൻ വെറുതെ വിടില്ല. കൊല്ലും, കൊന്നിരിക്കും ഈ പ്രകാശൻ. വർഷമോളുടെ വിവരങ്ങളൊന്നും അറിയുന്നില്ലല്ലോ ചന്ദ്രു. വിക്രമിന്റെ വിളിയൊന്നും വരുന്നതുമില്ല. അങ്ങോട്ട് വിളിച്ചിട്ട് അവൻ എടുക്കുന്നുമില്ല. ഇനി ആരുടെയും വിളി പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല മധുവേട്ട. നമ്മുടെ കുഞ്ഞിന് ഇനി ജീവനോടെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രു, അവളുടെ മുഖമെങ്കിലും അവസാനമായിട്ടൊന്ന് കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല മധുവേട്ട. അങ്ങനെ പറയാതെ ചന്ദ്രു. ജാതക വിധി പ്രകാരം എന്റെ വർഷമോൾക്ക് ഒരുപാട് ആയുസ് ബാക്കി കിടപ്പുണ്ട്. അതൊക്കെ ജീവിച്ചു തീർക്കാൻ വിധിയുള്ളപ്പോ ഒരു ശക്തിക്കും അവളുടെ ജീവൻ എടുക്കാൻ കഴിയില്ല. അങ്ങനൊരു വിശ്വാസം എനിക്കും ഉണ്ടാച്ച. അവൾ എവിടെയോ ജീവനോടെ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതാണ് മോളെ സത്യം.
അവളെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാ. പോലീസുകാരുടെ അന്നത്തെ ആ അന്വേഷണ രീതിയൊന്നും എനിക്ക് തീരെ തൃപ്തിയായിട്ടില്ല. വെറുതെ അവരവരുടെ ഡ്യൂട്ടി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനം മാത്രമായിരുന്നു. എന്തായാലും ആ സ്റ്റേഷൻ വരെ നേരിട്ട് പോയി അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അച്ഛൻ നേരിട്ട് പോവാനോ? അത് വേണ്ടച്ചാ. ഈ അവസ്ഥയില് അച്ഛൻ അന്വേഷിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. ജഗനെയും കൂട്ടി ഞാൻ പോയി അന്വേഷിക്കാം. അത് മതി മോളെ, നീ ജഗനെ ഒന്ന് വിളിക്കേ. ആ ശക്തമായ മഴയും ഓവർ സ്പീഡും കാരണം നമ്മുടെ കാറിന്റെ കൺട്രോൾ പോയി. ഹൈഡിയുടെ ഇമ്പാക്ട് കാരണം രാജീവും അവന്റെ അമ്മയും മരണപ്പെട്ടു. വന്ദന, കാർ ആക്സിഡന്റിനെ കുറിച്ചുള്ള സത്യങ്ങള് വന്ദനയോട് തുറന്നു പറഞ്ഞാലോ? കട്ടായതാണോ കട്ടാക്കിയതാണോ? എന്തായി മോളെ? എടുക്കുന്നില്ല, കട്ടായിപ്പോയി. മോളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. വന്ദനെ, എനിക്ക് ചില കാര്യങ്ങള്. തിരക്കൊഴിഞ്ഞെങ്കിൽ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരണം. വന്ദനെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ജഗ, അതൊക്കെ പിന്നീടാവാം. വർഷയുടെ കാര്യത്തിന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോണം. വന്ദനെ, അച്ഛൻ സ്റ്റേഷനിലേക്ക് പോവാൻ ഇറങ്ങിയതാ. അത് ഞാനാ തടഞ്ഞത്. ഞാനും ജഗനും കൂടി പോയി തിരക്കാന്ന് പറഞ്ഞു. ജഗൻ, ഒന്ന് വേഗം വാ. ആ ശരി, ഞാനിപ്പോ തന്നെ വരാം. ആക്സിഡന്റിനെ കുറിച്ച് പറയാൻ ശ്രമിച്ചതാ. പറയാൻ സമയം തരണ്ടേ? ഇനിയും അത് ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കാൻ എനിക്ക് വയ്യ. ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും സത്യങ്ങൾ വന്ദനോട് പറയണം. മാനത്തെ കൊട്ടാ